എൻ്റെ മുഖത്ത് ഷേവ് ചെയ്തോളൂ. വിശുദ്ധ ഡോൺ ബോസ്കോ ബാർബർ ഷോപ്പിൽ വെച്ച് ഒരു ബാലനോട് പറഞ്ഞ വാക്കുകളാണിത്. കാരണം ഇതാണ്, വിശുദ്ധ ഡോൺ ബോസ്കോ ഒരിക്കൽ മുടിവെട്ടാനും ഷേവ് ചെയ്യാനായിട്ടും ഒരു ബാർബർ ഷോപ്പിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇരുന്നപ്പോൾ തിരക്കുള്ളതിനാൽ അവിടെ ഉണ്ടായിരുന്നൊരു ബാലൻ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മുഖത്ത് സോപ്പൊക്കെ തേച്ച് പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോൺ ബോസ്കോയ്ക്ക് മനസ്സിലായി ഈ പയ്യന് ഈ ജോലി ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് അറിയില്ല, കഴിവില്ല. അപ്പോൾ ഡോൺ ബോസ്കോ അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും ആ ബാലനെ സഹായിക്കുവാൻ വേണ്ടി പറഞ്ഞു, മോനെ നീ ബ്ലേഡ് എടുത്ത് ഷേവ് ചെയ്യാനും തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ തന്നെ ഈ ബാർബർ ഷോപ്പിൻ്റെ ഉടമ പെട്ടെന്ന് കുപിതനായും ദേഷ്യപ്പെട്ടും ആ ബാലനെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ഡോൺ ബോസ്കോയോട് ഇങ്ങനെ പറയുകയും ചെയ്തു, അതായത് ഇവന് ഷേവ് ചെയ്യാൻ അറിയില്ല, ഇവന് മുഖത്ത് സോപ്പ് പത ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്നെങ്കിലും ഇവൻ ഈ ജോലി പഠിക്കേണ്ടതല്ലേ, ആരെങ്കിലും ഇവനിത് പഠിപ്പിച്ചില്ലെങ്കിൽ ഇവൻ എന്നാണ് ഇത് പഠിക്കുക, അതുകൊണ്ട് അത് എൻ്റെ മുഖത്ത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ ബാലനെ കൊണ്ട് തൻ്റെ മുഖത്ത് ഷേവ് ചെയ്യിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോൺ ബോസ്കോയുടെ മുഖത്ത് ഒത്തിരി മുറിപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ വിശുദ്ധ ഡോൺ ബോസ്കോ ആ കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടി ആ മുറിപ്പാടുകൾ ഏറ്റെടുത്തുകൊണ്ട് അന്ന് അവനെ ഷേവ് ചെയ്യുവാനായിട്ട് അനുവദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ സംഭവം നമ്മളോട് എന്താണ് പഠിപ്പിക്കുക? ചില വ്യക്തികളെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാണം കെടേണ്ടി വരും, നമ്മളൊക്കെ കുറച്ച് മുറിവേൽക്കേണ്ടി വരും. നമ്മൾ മറ്റുള്ളവരെ വളർത്താതെ അവരെ പലപ്പോഴും അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പലർക്കും പല കഴിവില്ല എന്ന് പറഞ്ഞ് പലരെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഇന്ന ജോലി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് കരുതി അവരെ നമ്മൾ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ചിലരൊക്കെ ഇന്ന ജോലികൾ ചെയ്ത് വന്നാൽ അവരെന്നേക്കാളും വളർന്നു വലുതാകുമോ എന്നുള്ള ചിന്തയുമുള്ളവരുണ്ട്. സഹോദരൻ, നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ വളർന്നു വലുതായതിന് പിന്നിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചതിൻ്റെ, നമ്മളിൽ കോൺഫിഡൻസ് വെച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിൻ്റെയൊക്കെ ചരിത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഇതുപോലെ നമ്മുടെ സഹായങ്ങളാൽ വളരേണ്ട ഒരുപാട് വ്യക്തികൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലുണ്ട്, നമ്മുടെ സ്കൂളുകളിലുണ്ട്, നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ട്. ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഉയർന്നു വരാവുന്ന എത്രയോ വ്യക്തികളാണ് ഉള്ളത്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. തോമസ് ആൽവ എഡിസൺ എന്നാണ് ആ പയ്യൻ്റെ പേര്. അവനെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് മടുത്ത് സഹികെട്ട് സ്കൂളിൽ നിന്നും അവനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. എന്തു ചെയ്തു? അവൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി സ്കൂളിലേക്ക്. കൊച്ചുകുഞ്ഞ് നോക്കുമ്പോൾ അമ്മ കരയുന്നതായിട്ടാണ് കാണുന്നത്. അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള പേപ്പറൊക്കെ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും മന്ദബുദ്ധിയായ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റിയ ടീച്ചേഴ്സ് ഇവിടെ ഇല്ല. അപ്പം അവനെ പറഞ്ഞു വിടുകയാണ്. ആ തോമസ് ആൽവ എഡിസൺ ഈ സ്കൂളിൽ നിന്നും പുറത്തു പോകുമ്പോൾ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടാണ് അമ്മ കരയുന്നത്? എന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണോ കരയുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ കരഞ്ഞത് അതുകൊണ്ടല്ല, ഞാൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാണ്. കാരണം നിന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് കാരണം നിനക്ക് ബുദ്ധി കുറവായതുകൊണ്ടല്ല, മറിച്ച് ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള കുട്ടി നീയാണ്. അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ബുദ്ധിയുള്ള ടീച്ചേഴ്സ് ഈ സ്കൂളിൽ ഇല്ലാത്തതിനാൽ അമ്മയോട് തന്നെ മകനെ പഠിപ്പിക്കുവാൻ പറഞ്ഞ് ടീച്ചേഴ്സ് പറഞ്ഞു വിടുകയാണ്. നോക്കുക, അതൊരു പക്ഷേ ഒരു നുണയായിരിക്കാം ആ അമ്മ പറഞ്ഞത്. പക്ഷേ ആ അമ്മ ആ കുഞ്ഞിൽ വിശ്വാസം നഷ്ടപ്പെടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ ആ കുഞ്ഞിന് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അമ്മ തന്നെ തോമസ് ആൽവ എഡിസനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. പ്രിയപ്പെട്ടവരെ, ആരാണ് തോമസ് ആൽവ എഡിസൺ? ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ചരിത്രത്തിലെ വലിയൊരു ശാസ്ത്രജ്ഞനാണ്. ഇന്ന് കാണുന്ന ബൾബും അതോടൊപ്പം തന്നെ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് തോമസ് ആൽവ എഡിസൺ ആണ്. ആ അധ്യാപകര് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വ്യക്തിയെ ദൈവം ഉയർത്തിയതിന് പിന്നിൽ ആ അമ്മയുടെ പ്രോത്സാഹനം നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന, വിശ്വാസം അർപ്പിച്ച ആ ഒരു മനോഭാവമുണ്ട്. നമ്മൾ ചിന്തിക്കുക, ചില വ്യക്തികളെയും ചില കുട്ടികളെയൊക്കെ ചില അധ്യാപകർ മാറ്റി നിർത്താറുണ്ട് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ്. ഇത് ദൈവ തിരുമുമ്പിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
കഴിവുകളെ വളർത്തുന്നവൻ ദൈവമാണ്. ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ സ്വന്തമായി സ്വീകരിച്ച് ആരെയും മാറ്റി നിർത്താതെ, ചിലപ്പോൾ മറ്റുള്ളവരെ വളർത്തുമ്പോൾ ചില വിഷമസന്ധികളൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം, ചില കുറ്റപ്പെടുത്തലുകളിൽ കടന്നു പോകേണ്ടി വന്നേക്കാം. ചിലർക്കൊക്കെ വേണ്ടി ചിലരോട് കൂടെ ചാരി നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ അതൊന്നും കാര്യമായി പരിഗണിക്കാതെ അവരെ വളർത്തുവാൻ വേണ്ടി വിശുദ്ധ ഡോൺ ബോസ്കോ ചില മുറിവുകളൊക്കെ ഏറ്റെടുത്തതുപോലെ മുറിവുകൾ ഏറ്റെടുക്കുവാനായിട്ട് ഉള്ളൊരു വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. മുറിവേറ്റും സ്വയം താന്നും മറ്റുള്ളവരെ വളർത്താനും സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ നന്മകൾ കാംക്ഷിക്കുവാനും ചെയ്യുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മെ സഹായിക്കട്ടെ.